ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ജീവൻകുട്ടന് ഇഷ്ടപ്പെട്ട ഒരു സാധനം മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് കൊടുക്കാം. അപ്പം ജീവൻകുട്ടൻ ചെറിയ പരിപാടിയില്ല, നമുക്ക് നോക്കാം. ജീവൻകുട്ട, ഇതെന്താ നോക്കിയേ? എന്താ ഇത്? വേണോ? വരുന്നുണ്ടോ? കത്തിച്ച് നോക്കേ. വാ, കത്തിച്ച് നോക്കാം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി. ലൈറ്റ് ഓഫാക്കിയാൽ ടോർച്ചല്ല, അതാകുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ജീവൻകുട്ടനാണെങ്കിൽ വരച്ചുകൊണ്ടിരുന്ന ബുക്കും എടുത്തുകൊണ്ടാണ് വന്നത്. എന്തായാലും നോക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ആനിമൽസ്, പിന്നെ എന്താ പറയുക, ആൽഫബറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഫസ്റ്റ് അപ്പോൾ ഒരു ആനിമൽസിനെ കാണിച്ചു. ജീവൻകുട്ടൻ ബുക്ക് എടുത്തോടെ വെച്ചൊക്കെ ജീവൻ്റെ ബുക്കിനകത്ത് ഒരു ആൽഫം ജീവനത് വരയ്ക്കാം. അവിടെ ആനിമൽ വന്നു. അങ്ങനെ പുള്ളിക്കാരൻ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കുറേ നേരം നോക്കി കളിച്ചു. കൊള്ളാം. പുള്ളിക്ക് അങ്ങോട്ട് ഫസ്റ്റിൽ അങ്ങോട്ട് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. എന്നാലും പുള്ളി അവിടെ നിന്ന് കുറേ നേരം വരച്ചൊക്കെ നോക്കി. പിന്നെ ഓരോരോ ആനിമൽസിനെ കാണിച്ചപ്പോൾ തന്നെ പുള്ളി മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് എന്താണെന്ന് അവിടെ വൃത്തിയായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് ആ ബുക്കിൻ്റെ താഴെ നിന്ന് വേറെ സൈഡിലേക്കൊക്കെ മാറി ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നോക്കിയപ്പോൾ തന്നെ പുള്ളി അവിടെ നിന്ന് നോക്കി, ഇതെന്താണ് സംഭവം. ഇപ്പോഴാണ് കാര്യം പിടിയിട്ട്. ലൈറ്റാണല്ലേ, അമ്മയാണല്ലേ ഇത് കത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളി അവിടെ നിന്ന് അതിനെ ഇങ്ങനെ വാച്ച് ചെയ്യാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് അപ്പോൾ ഓരോരോ ഇത് പിക്ചർ വരുമ്പോൾ നമ്മളിങ്ങനെ മാറ്റി 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 കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണ് പിക്ചർ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളി അത് വായിച്ച് പുള്ളി ഞാൻ ബുക്ക് വീണ്ടും കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ വീണ്ടും ബുക്കിനകത്തേക്ക് ഞാൻ അടിക്കുമ്പോൾ പുള്ളി വരും. അങ്ങനെ പുള്ളി എന്താ ചോദിക്കട്ടെ? നൈസായിട്ട് ഞാൻ പാണ്ടേനെ കണ്ടുപിടിക്കും. പാണ്ടേന്ന് വെച്ചാൽ ജീവന് വലിയ ഇഷ്ടമുണ്ട്. ചെറുപ്പം മുതലേ ജീവന് ഒരുപാട് ടോയ്സും പാണ്ടയുടെ. പാണ്ട ജീവന് വലിയ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അങ്ങനെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട് പേളാണെങ്കിൽ ഞാൻ എന്ത് വീഡിയോ എടുത്താലും അത് കുളവാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ അവളിങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ പിന്നെ കുറേ എങ്ങോട്ട് മാറിയിരുന്നാലും പേളുടെ കുറെ കേൾക്കില്ല. അതുകൊണ്ട് സ്വാഭാവികം. പിന്നെ അവൾ കുറയ്ക്കട്ടെ ഞാൻ അതൊരു ബാസായിട്ട് കിടക്കട്ടെ. അങ്ങനെ ജീവൻകുട്ടൻ ഞാൻ ഓരോ സ്ഥലത്തോട്ട് ലൈറ്റ് അടിക്കുമ്പോഴും ഓരോരോ ആനിമൽസ് വരുമ്പോഴും അതിനെ ചവിട്ടി അങ്ങോട്ട് വരും. ആ പുള്ളി ഫുള്ള് ആ ഒരു സ്കോർ ചെയ്ത് എന്ത് രസം. അങ്ങനെ പുള്ളി ഇങ്ങനെ ഒരെണ്ണം മാറ്റുമ്പോൾ പാണ്ട ഇവിടോട്ട് മാറ്റുമ്പോൾ അങ്ങോട്ട് പുള്ളി അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചവിട്ടി കളിക്കാൻ തുടങ്ങി. പുള്ളിക്ക് നല്ല ഇഷ്ടമായി ലൈറ്റ് കളേഴ്സ്. പുള്ളിക്ക് ലൈറ്റ് അവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടം. ലൈറ്റ് എന്ന് പറയും. അങ്ങനെ ആനിമൽസിനോട് ഇങ്ങനെ ഓരോന്നും കാണുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ആനിമൽസിൻ്റെ ഇത് കൊള്ളാം. ടോർച്ച് ഇപ്പോൾ 24 to 48 പാറ്റേൺസ് ഉണ്ട്. 48 സംഭവങ്ങൾ, അതിൽ ആൽഫബറ്റ്, ആനിമൽസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പുള്ളി പിന്നെ അതിലേക്ക് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തു. ഞാനപ്പോൾ അകത്ത് ലൈറ്റ് ഇട്ടപ്പോൾ പുള്ളി അതിലേക്ക് എന്താണെന്നിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഇപ്പം പുള്ളി ഫുൾ മൂഡായി. ഫുള്ള് ഓട്ടം. അതിനെ തല്ലാനിട്ട് ഓടിക്കുന്നത്. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുമ്പോൾ പുള്ളി കൂടെ ഓടിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ പുള്ളി അമ്മ എനിക്കത് തരും, അമ്മ ഞാനെടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളി നൈസായിട്ട് നോക്കി. അങ്ങനെ പുള്ളി നൈസായിട്ട് അത് കയ്യിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് 195 രൂപയ്ക്കായിരുന്നു സാധനം. ഇതാണ് സാധനം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇഷ്ടമുള്ളവർ വാങ്ങിച്ചോളൂ. ബൈ.